സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ്. സോ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് എന്നുള്ളത്, അല്ലെ? എന്താണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ്? സാറ്റലൈറ്റിനെ കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എർത്തിൽ നിന്നും നല്ല ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അറൌണ്ട് 36,000 കിലോമീറ്റേഴ്സ് ആണ് എർത്തും സാറ്റലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിന്റെ പൊസിഷൻ സ്ലൈറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യപ്പെട്ടാൽ പോലും ആ ഒരു കറസ്പോണ്ടിങ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ അത് വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ട്രാക്ക് ദ സാറ്റലൈറ്റ് പെർഫെക്റ്റ്ലി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്ത് സ്റ്റേഷനിലുള്ള നമ്മുടെ ആന്റിനയുടെ പൊസിഷൻ സാറ്റലൈറ്റിന്റെ പൊസിഷനുമായി എക്സാക്ട്ലി മാച്ച് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് നടക്കുന്നത്? ഒരു എർത്ത് സ്റ്റേഷൻ ഉണ്ടാവും, അല്ലെ? ഈ എർത്ത് സ്റ്റേഷനിൽ നിന്നുമുള്ള സിഗ്നല് നമ്മൾ സാറ്റലൈറ്റിലോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു. ശേഷം സാറ്റലൈറ്റ് ഈ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. ശേഷം തിരികെ ഈ സിഗ്നലിനെ എർത്ത് സ്റ്റേഷനിലോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്, അല്ലേ? സോ ഈ എർത്ത് സ്റ്റേഷനിലെ ആന്റിനയുടെ പൊസിഷൻ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സാറ്റലൈറ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സാക്ട്ലി സാറ്റലൈറ്റിന്റെ പൊസിഷനുമായി മാച്ച് ചെയ്ത് വേണം എർത്ത് സ്റ്റേഷനിലെ നമ്മുടെ ആന്റിനയുടെ പൊസിഷനെ ചേഞ്ച് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഈ സാറ്റലൈറ്റ് ട്രാക്കിങ്ങിന് ഒരു ബ്ലോക്ക് ഡയഗ്രാം കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. സോ ഈ ബ്ലോക്ക് ഡയഗ്രാം കൂടി നിങ്ങൾ കാണാതെ പഠിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, എക്സാംസിന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം സാറ്റലൈറ്റ് ട്രാക്കിംഗിന്റെ ഈ ബ്ലോക്ക് ഡയഗ്രാം? ഐ വിൽ ടെൽ. ഓക്കെ, സോ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്താണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് പ്രോസസ്സിൽ ആദ്യം സംഭവിക്കുന്നത്? സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷനിലോട്ടേക്ക് ഒരു സ്പെഷ്യൽ സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നു. ഈ സ്പെഷ്യൽ സിഗ്നലിനെയാണ് നമ്മൾ ബെക്കോൺ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എർത്ത് സ്റ്റേഷനിലുള്ള ആന്റിന ഈ ഒരു ബെക്കോൺ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് തൊട്ടടുത്ത ബ്ലോക്കായ ഫീഡ് സിസ്റ്റത്തിലോട്ടേക്ക് ഈ ഒരു ബെക്കോൺ സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നു. ഫീഡ് സിസ്റ്റം നേരെ തൊട്ടടുത്ത ബ്ലോക്കായ ഓട്ടോ ട്രാക്ക് റിസീവറിലോട്ടേക്ക് ഈ ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതുവരെ മനസ്സിലായില്ലേ? ഇനിയാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഈ ഓട്ടോ ട്രാക്ക് റിസീവർ ഈ ഒരു ബെക്കോൺ സിഗ്നലിനെ ചെക്ക് ചെയ്യുന്നു, അനാലൈസ് ചെയ്യുന്നു. ഈ ഒരു സിഗ്നൽ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന്. ഓക്കെ, സിഗ്നൽ സ്ട്രോങ് ആണെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ആന്റിനയുടെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഇഷ്യൂ ഇല്ല. സാറ്റലൈറ്റിന്റെ പൊസിഷൻ കറക്റ്റ് ആണ്. എന്നാൽ ഇനി സിഗ്നൽ വീക്ക് ആണ് എങ്കിലോ? ഒരു എറർ സിഗ്നലിനെ ഈ ഒരു ഓട്ടോ ട്രാക്ക് റിസീവർ ജനറേറ്റ് ചെയ്യുന്നു. ബിക്കോസ് അതിന് മനസ്സിലാവുന്നു സാറ്റലൈറ്റിന്റെ പൊസിഷന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. സോ നമുക്ക് എർത്ത് സ്റ്റേഷൻ ആന്റിനയുടെ പൊസിഷനും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്ന് അതിന് മനസ്സിലാവുകയാണ്. ഒരു എറർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ഈ എറർ സിഗ്നലിനെ തൊട്ടടുത്ത ബ്ലോക്കായ ആന്റിന കൺട്രോൾ സിസ്റ്റത്തിലോട്ടേക്ക് ഓട്ടോ ട്രാക്ക് റിസീവർ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ആന്റിന കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇതെന്താണ് ചെയ്യുന്നത്? ആന്റിന കൺട്രോൾ സിസ്റ്റം ഓട്ടോ ട്രാക്ക് റിസീവറിൽ നിന്നുമുള്ള എറർ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ഈ എറർ സിഗ്നൽ നോക്കിയിട്ട് ഇത് തീരുമാനിക്കുകയാണ് നമ്മുടെ എർത്ത് സ്റ്റേഷന്റെ ആന്റിനയുടെ പൊസിഷൻ എത്രത്തോളം മൂവ് ചെയ്യിക്കണം എന്ന്. ഓക്കെ, കുറച്ച് ലെഫ്റ്റിലോട്ട് ആന്റിനെ മൂവ് ചെയ്യിക്കണോ, അല്ലെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കണോ, ടോപ്പിലോട്ട് മൂവ് ചെയ്യിക്കണോ, ബോട്ടത്തിലോട്ട് മൂവ് ചെയ്യിക്കണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ആന്റിന കൺട്രോൾ സിസ്റ്റം ആണ്. ഓക്കെ, അതായത് സാറ്റലൈറ്റിന്റെ പൊസിഷൻ അനുസരിച്ച് എത്രത്തോളം നമ്മുടെ എർത്ത് സ്റ്റേഷനിലെ ആന്റിനയുടെ പൊസിഷനെ മൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ് ആന്റിന കൺട്രോൾ സിസ്റ്റം ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി ഈ ആന്റിന കൺട്രോൾ സിസ്റ്റം ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ തൊട്ടടുത്ത ബ്ലോക്കായ സെർവോ ആംപ്ലിഫയറിലോട്ടേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ സെർവോ ആംപ്ലിഫയർ ആണ് നമ്മുടെ അടുത്ത ബ്ലോക്ക്. ഓക്കെ, സോ സെർവോ ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആന്റിന കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും വരുന്ന സിഗ്നൽ ഉണ്ടല്ലോ, അത് അത്ര സ്ട്രോങ് സിഗ്നൽ ആയിരിക്കില്ല, ഒരു സ്മോൾ സിഗ്നൽ ആയിരിക്കും അത്. സോ ഈ ഒരു സ്മോൾ സിഗ്നൽ മതിയാവില്ല നമ്മുടെ എർത്ത് സ്റ്റേഷൻ ആന്റിനയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യിക്കാൻ. അതായത് എർത്ത് സ്റ്റേഷൻ ആന്റിനെ മൂവ് ചെയ്യിക്കാൻ ഈ ഒരു സ്മോൾ സിഗ്നൽ മാത്രം മതിയാവില്ല. സോ ഈ ഒരു സ്മോൾ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഒരു സ്ട്രോങ് സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് സെർവോ ആംപ്ലിഫയറിനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സെർവോ ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? ആന്റിന കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും വരുന്ന വീക്ക് സിഗ്നലിനെ
ആംപ്ലിഫൈ ചെയ്ത് ഒരു സ്ട്രോങ് സിഗ്നൽ ആക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് സെർവോ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ. ശേഷം ഈ ഒരു സ്ട്രോങ് സിഗ്നലിനെ സെർവോ ആംപ്ലിഫയർ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആയ ആന്റിന ഡ്രൈവിലോട്ടേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇനി ഈ ആന്റിന ഡ്രൈവ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ട് മോട്ടോഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഈ മോട്ടോഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ എർത്ത് സ്റ്റേഷൻ ആന്റിന മൂവ് ചെയ്യുന്നത് ഫിസിക്കലായിട്ട്. ഓക്കെ, സോ ഈ മോട്ടോഴ്സ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ ആണ് എന്ത് ചെയ്യുന്നത്, സെർവോ ആംപ്ലിഫയർ ബൂസ്റ്റ് ചെയ്യുന്ന ഈ സ്ട്രോങ് സിഗ്നൽ നൽകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അല്ലെ? സോ സെർവോ ആംപ്ലിഫയറിൽ നിന്നും വരുന്ന സ്ട്രോങ് സിഗ്നൽ നേരെ എത്തുന്നത് ഈ ആന്റിന ഡ്രൈവിലേക്കാണ്. സോ ഈ സ്ട്രോങ് സിഗ്നലിന്റെ പവർ കാരണം എന്താണ് സംഭവിക്കുന്നത്, ആന്റിന ഡ്രൈവിലെ മോട്ടോഴ്സ് സ്ട്രോങ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നു. ഇത് പ്രകാരം നമ്മുടെ എർത്ത് സ്റ്റേഷൻ ആന്റിനയും ഫിസിക്കലി മൂവ് ചെയ്യുന്നു. സാറ്റലൈറ്റിന്റെ പൊസിഷൻ എത്രത്തോളം ചേഞ്ച് ചെയ്തോ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റിന്റെ പൊസിഷനുമായി മാച്ച് ചെയ്യുന്നു നമ്മുടെ എർത്ത് സ്റ്റേഷൻ ആന്റിന. ഇതാണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ വേണം നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ സാറ്റലൈറ്റ് ട്രാക്കിംഗ് എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് എന്ന് ആദ്യം എഴുതി വെക്കണം. ശേഷം ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.